ആരും പറയാൻ തയ്യാറാകാത്തതും എന്നാൽ പലരും പറയാൻ ആഗ്രഹിക്കുന്നതുമായ സത്യങ്ങളുണ്ട്. അപ്രിയ സത്യങ്ങളെന്നും പറയാം. അത് ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യപ്പെടുന്നവർ വിരളമാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കളിൽ മുഖം നോക്കാതെ എന്തും വിളിച്ചു പറയുന്നവരെന്ന് വീരവാദം മുഴക്കുന്ന നേതാക്കൾ പോലും പമ്മിയിരുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ പോലും വി.എസ്. അച്യുതാനന്ദൻ മടിച്ചില്ല. പതിവിലും ശക്തിയിലും ഉറക്കെയും അത് പറഞ്ഞു. വരും വരായകകൾ കാര്യമാക്കാതെ തന്നെ. രാഷ്ട്രീയ നേതാക്കളും മതമേലധ്യക്ഷന്മാരും മുൻ രാജകുടുംബാംഗങ്ങളുമൊക്കെ വി.എസിൻ്റെ വാക്കുകളുടെ മൂർച്ചയിൽ വീണു പുളഞ്ഞിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് പ്രവേശനത്തിന് തലവരിപ്പണം വാങ്ങുന്ന ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ സമീപനത്തെ വി.എസ്. വിമർശിച്ചത് രൂപതകൾ രൂപതാ എന്ന നിലയിലേക്ക് അധപ്പതിച്ചു എന്നാണ്. സാമുദായിക നേതാക്കൾക്കെതിരെയും പരസ്യ നിലപാടെടുക്കാൻ വി.എസ്. അച്യുതാനന്ദൻ മടിച്ചിട്ടില്ല. സാമുദായിക നേതാക്കളെ വിമർശിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ മടിക്കുന്ന ഘട്ടത്തിൽ അവരെ പരസ്യമായി വിമർശിച്ചാണ് അതേ സമുദായത്തിലെ ഭൂരിപക്ഷം സാധാരണക്കാരുടെ പിന്തുണ വി.എസ്. തൻ്റെ പാർട്ടിക്കും മുന്നണിക്കും ഉറപ്പാക്കിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം ബി.ജെ.പി. സ്പോൺസർഷിപ്പിൽ SNDP നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെ തുഷാർ വെള്ളാപ്പള്ളി BDJS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. CPM വോട്ട് ബാങ്കിൻ്റെ അടിത്തറ തന്നെ കേരളത്തിലെ ഈഴവ സമുദായമാണ്. BDJSിലൂടെ അത് നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവ് CPM നേതൃത്വത്തെ ആശങ്കയിലാക്കി. BDJS SNDPയുടെ രാഷ്ട്രീയ പാർട്ടിയല്ലെന്ന് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ നയിക്കുന്ന പാർട്ടിയുടെ ബലം SNDP തന്നെയായിരുന്നു. വോട്ട് ബാങ്ക് തകരുമെന്ന ആശങ്കയിൽ വെള്ളാപ്പള്ളിയെ കടന്നാക്രമിക്കാൻ അന്നത്തെ CPM നേതൃത്വം മടിച്ചു നിന്നു. പക്ഷേ മൈക്രോ ഫിനാൻസ് പദ്ധതിയിലെ തട്ടിപ്പുയർത്തി വി.എസ്. വെള്ളാപ്പള്ളിയെ പ്രതിക്കൂട്ടിലാക്കി. കേരളത്തിലുടനീളം യോഗങ്ങളിൽ വി.എസ്. വെള്ളാപ്പള്ളിയെ കടന്നാക്രമിച്ചു. ഇതിനിടെ BDJSനെ BJP സഖ്യകക്ഷിയുമാക്കിയിരുന്നു. ഹെലികോപ്റ്ററിൽ പറന്നു നടന്ന് വിഷം വിതറുന്നവനെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ അന്ന് വി.എസ്. വിശേഷിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കാൻ BJP നേതൃത്വം വെള്ളാപ്പള്ളിക്ക് ഹെലികോപ്റ്റർ അനുവദിച്ചത് പരാമർശിച്ചായിരുന്നു വി.എസിൻ്റെ ഈ പ്രയോഗം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്നവർ എങ്ങനെ സംഘപരിവാർ പാളയത്തിലേക്ക് പോകാൻ കഴിയുമെന്ന ചോദ്യമായിരുന്നു ആ ഘട്ടത്തിൽ വി.എസിൻ്റേത്. ഇതോടെ CPM അനുഭാവികളായ SNDP പ്രവർത്തകർ ആശയക്കുഴപ്പത്തിലായി. BDJSിലേക്ക് SNDP വോട്ടുകളുടെ കുത്തൊഴുക്ക് തടയാനും വി.എസിൻ്റെ ഈ നീക്കം നിർണായകമായി. പിന്നീട് മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വി.എസിൻ്റെ പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ തുടർന്നു വന്ന പിണറായി സർക്കാർ തയ്യാറായതും വെള്ളാപ്പള്ളി പതിയെ CPM പാളയത്തിലേക്ക് മടങ്ങിയെത്തിയതുമൊക്കെ വി.എസിൻ്റെ അന്നത്തെ ഇടപെടലിൻ്റെ ബാക്കി പത്രമായിരുന്നു. പാർട്ടി ഏതായാലും തിരുവനന്തപുരത്ത് ജയിക്കണമെങ്കിൽ പഴയ തിരുവിതാംകൂർ രാജകുടുംബത്തിന് പിന്തുണ വേണമെന്ന അലിഖിത നിയമം തലസ്ഥാനത്തുണ്ടായിരുന്നു. അത് മാറ്റിയെഴുതിയതും മറ്റാരുമായിരുന്നില്ല, വി.എസ്. തന്നെയായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുമായി ബന്ധപ്പെട്ട വിവാദകാലം. ക്ഷേത്രത്തിലെ സ്വർണം കടത്തിക്കൊണ്ടുപോകുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പ്രധാനികളാണെന്ന് അവരുടെ പേരെടുത്തു പറഞ്ഞു തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.എസ്. വാർത്താസമ്മേളനം നടത്തി. രാജകുടുംബാംഗങ്ങൾ അമ്പലത്തിൽ നിന്ന് പായസം കൊണ്ടുപോകുന്ന പാത്രത്തിൽ സ്വർണം കൂടി കടത്തുന്നു. ഇതായിരുന്നു വി.എസിൻ്റെ ആരോപണം. പായസത്തിനകത്ത് സ്വർണ്ണ റിങ്സ് കടത്തുന്നതായി ജീവനക്കാരും വാതിൽ കാക്കുന്ന ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയായിരുന്ന തന്നെ നേരിട്ട് കണ്ട് അറിയിച്ചിട്ടുണ്ടെന്നും വി.എസ്. തുറന്നു പറഞ്ഞു. തനിക്ക് വിവരം നൽകിയ ജീവനക്കാരനെ ആസിഡൊഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും വി.എസ്. ആരോപിച്ചു. കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ രാജഭക്തർ ഉറഞ്ഞു തുള്ളി. തിരുവനന്തപുരത്ത് എന്നും വി.എസിനൊപ്പം നിന്ന CPM നേതാക്കൾ പോലും നിശബ്ദരായി. അന്നത്തെ ഭരണപക്ഷവും വി.എസിനെതിരെ നിലപാടെടുത്തു. എല്ലായിടത്തു നിന്നും എതിർപ്പുയർന്നു. എന്നിട്ടും വി.എസ്. അച്യുതാനന്ദൻ പിന്മാറിയില്ല. പിന്നീട് 2 വർഷത്തിനു ശേഷം ഈ ആരോപണങ്ങളിൽ പലതും ശരിവച്ച് അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകി.